നമസ്കാരം. ഒരു പോലീസ് ഡയറി കുറിപ്പ് കാണാം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കോൺഗ്രസ് ഭരണം അവശേഷിക്കുന്ന അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നായ കർണാടകയിൽ ഭരണം നിലനിർത്താനുള്ള ദൗത്യം 2 മലയാളി നേതാക്കൾക്ക്. ഇവിടെ കേരളത്തിൽ ഭരണം പോയി, സംഘടനയും ഒരു വഴിക്കായി. എങ്കിൽ പിന്നെ കർണാടകയെ ശരിയാക്കാൻ 2 മലയാളി കോൺഗ്രസ്സുകാർ ഒരു കൈ നോക്കട്ടെ. AICC ജനറൽ സെക്രട്ടറിയായി നിയമിതനായ KC വേണുഗോപാലും AICC സെക്രട്ടറി PC വിശ്വനാഥും ബംഗളൂരുവിലെത്തി ചുമതലയേറ്റു. നിങ്ങൾ മല്ലയല്ല, മുത്താണ്, മുത്തയ്യ. വിളിക്കണ മല്ലയാക്കി ജയ്, മല്ലയാക്കി. മുത്തേ മുത്തേ കന്നഡ മുത്തേ, ಕನ್ನಡ ಬೆಚ್ಚರು ಕನ್ನಡ ಮುತ್ತೆ, ಬಾಡಿನ ಹಿಂದ್ಕೆ ಮುಂದ್ಕೆ ಮ್ಯಾಲೆ ಕೆಳಗೆ ಅಲ್ಲಾಡ್ಸು. കന്നഡ സംസാരിക്കാനൊക്കെ അറിയാമോ? ഇല്ല സാർ. ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോ കമ്മ്യൂണിക്കേഷൻ അതൊരു ബുദ്ധിമുട്ടാവില്ലേ? ബുദ്ധിയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാകുന്ന പ്രശ്നമേ അല്ല സാർ. നാക്ക് വടിച്ച് സംസാരിച്ച മലയാളം, നാക്ക് വടിക്കാതെ സംസാരിച്ച കന്നഡ, അത്രേ ഉള്ളൂ. ಶಾಶ್ವತ ಯಾವುದು ಇಲ್ಲ, ಎಲ್ಲ ಸೇಕಿಂಗು. ಸೊ ಅದಕ್ಕೆ 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 ಅಲ್ಲಾಡ್ ಸಲ್ಲಾಡ್ 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 ಸಲ್ಲಾಡ್സ്. അവിടെ കുളം തോണ്ടിട്ട് തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. നീ ചുമ്മാ ഒരുപാട് തമാശ പറയാതെ. ഇത് വലിയ തമാശയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതുകൊണ്ടാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ എന്റെ കൂടെ മലയാളികൾ വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. മലയാളികളാവുമ്പോ പരസ്പരം പാര വയ്ക്കും. ഈ ജാതി ആവുമ്പോ ആ പ്രശ്നമില്ലല്ലോ. സാർ ഏൻ ಹೇಳಿದ್ರು? എന്താ പറഞ്ഞ? മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. അതല്ല, മലയാളത്തിൽ എന്തുവാ? KP നാക്ക് വടിക്കാതെ പറഞ്ഞു നോക്ക്, അപ്പൊ കന്നഡ ഞാൻ ഇവിടെയാ ചോദിച്ചത്. എന്തുവാ പറഞ്ഞേ? അതായത് മലയാളികളാവുമ്പം പാര വെക്കും. നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. ഏതാവത് അനുമാന ഫുൾ ഡീറ്റെയിൽസ് ഈ മനുഷ്യ കേള്. ഓക്കെ? നിന്റെ ഫ്രണ്ടും ബെസ്റ്റ് പാർട്ടിയുടെ സാർ യാക്കോദ്രോ ആനപ്പുറത്തിരിക്കാൻ കൊതിച്ചവൻ ശൂലത്തിൽ കയറിയെന്ന് മനസ്സിലായ? സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് കേരള പോലീസിൻ്റെ തലപ്പത്ത് വീണ്ടും ഒരു ഭരണമാറ്റം നടന്നല്ലോ. പോലീസ് ആസ്ഥാനത്തെ കസേര മാറ്റ ദിവസം നടന്ന സംഭവ വികാസങ്ങൾ അവതരിപ്പിക്കുകയാണ്. കോടതി ഉത്തരവിൽ വ്യക്തത വരുത്താൻ പോയി പണി കിട്ടിയതിനെ തുടർന്ന് സെൻകുമാറിനെ DGP ആയി നിയമിച്ചുകൊണ്ടുള്ള ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചുവെങ്കിലും ഉത്തരവ് ഇറങ്ങിയത് അന്ന് ഉച്ചയോടെയായിരുന്നു. തുടർന്ന് വൈകിട്ടായിരുന്നു പോലീസ് ആസ്ഥാനത്തെ ഉപചാരം ചൊല്ലി പിരിയൽ. കസേര ഒഴിയും മുമ്പ് പാവപ്പെട്ടവനായ ലോക്നാഥ് ബെഹ്റയെ അന്ന് രാവിലെ പതിവില്ലാതെ അമ്പലനടയിൽ കണ്ടു. ഭക്തി നല്ലതാണ്, അതും ഔദ്യോഗിക ജീവിതത്തിലെ ഒരു പ്രത്യേക ദിവസം. തൻ്റേതല്ലാത്ത തെറ്റിന് കസേര ഒഴിയേണ്ടി വന്ന ദിവസം. ശത്രുദോഷം പെട്ടെന്ന് തീരാനുള്ള വെടി വഴിപാട്. വലിയ വെടി 4, ചെറിയ വെടി 4. കൃഷ്ണവിലാസം ബഹിർദമല്ല, വലിയ വെടി ചെറിയ വെടി. വെടി വഴിപാടാണല്ലേ കൃഷ്ണവിലാസം. മൈക്കിൽ കൂടെ വിളിച്ചു പറയാതെ വെടി വഴിപാട് നടത്താൻ പറ്റുമോ? വിളിച്ചു പറയാതിരുന്ന ഫലം കുറയും. ഫലം ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല, വെളി വേണ്ട. കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള, വലിയ വെടി 4, ചെറിയ വെടി 4. അത് ഞാൻ ജോയിൻ ചെയ്തിട്ട് പറയാം. ഇപ്പോൾ ഓർഡർ പറഞ്ഞിട്ടില്ലല്ലോ, ഇപ്പോൾ ഓർഡർ വരട്ടെ. ഉത്തരവ് ഇറങ്ങിയിട്ടില്ലാത്തതിനാൽ അന്ന് പതിവ് പോലെ IMG ഡയറക്ടറുടെ റോളിൽ സെൻകുമാർ IMG ഓഫീസിൽ. ഒരു ജേതാവിൻ്റെ ഭാവം മുഖത്തുണ്ടായിരുന്നു. ഇവിടെ ഉത്തരവ് കിട്ടിയിട്ട് ഇനി ഞാൻ ചാർജ് ഹാൻഡ് ഓവർ ചെയ്തിട്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. ഞാൻ ആ ഉത്തരവ് കിട്ടിയത് വായിച്ചു നോക്കട്ടെ, ആർക്കാണ് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതെന്ന് നോക്കണമല്ലോ. അങ്ങനെ ഇവിടുത്തെ ചാർജ് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഉത്തരവ് വന്നതിനെ തുടർന്ന് IMGയുടെ ചുമതല കൈമാറുന്നു. ഇനി പോലീസ് വേഷമണിയാൻ വസതിയിലേക്ക്. ഉത്തരവ് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ശ്രീ സത്യജിത് രാജൻ, പ്രിൻസിപ്പൽ സെക്രട്ടറി PND ഇവിടെ വരാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വന്നാൽ ഉടനെ ചാർജ് ഹാൻഡ് ഓവർ ചെയ്ത് യൂണിഫോമിൽ ആയിട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വരും. 11 മാസത്തിനു ശേഷം നഷ്ടപ്പെട്ട പോലീസ് വേഷത്തിൽ സെൻകുമാർ പോലീസ് ആസ്ഥാനത്ത് വന്നിറങ്ങുന്നു.
ഇതിപ്പോൾ 11 മാസത്തിന് ശേഷമല്ല യൂണിഫോം ധരിക്കുന്നത്. ഞാൻ വർഷങ്ങളോളം യൂണിഫോം ധരിക്കാതിരുന്നിട്ടുണ്ട്. 2006 ഞാൻ പോലീസിൽ നിന്ന് മാറിയിട്ട് പിന്നെ 2015 യൂണിഫോം ധരിച്ചത്. പോലീസ് ആസ്ഥാനത്ത് പുതിയ മേധാവിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ. ബെഹ്റ ചുമതലയേറ്റപ്പോൾ ബാറ്റൺ കൈമാറാൻ അന്ന് മുറിവേറ്റ സെൻകുമാർ വന്നില്ലെങ്കിലും സന്തോഷത്തോടെ കസേര ഒഴിയാൻ ഇപ്പോൾ ബെഹ്റ നേരിട്ടെത്തി. അതാണ് മലയാളികളും ഉത്തരേന്ത്യക്കാരും തമ്മിലുള്ള വ്യത്യാസം. എന്തായാലും കസേര മാറ്റം തകർത്തു. എന്താ ഇത്? ഇതൊക്കെ ഞങ്ങളെ പണിസാധനങ്ങളാ രാജാവേ. നിന്റെ ഈ പഞ്ച സാധനങ്ങളൊക്കെ കൊണ്ട് നിർത്താനുള്ള സ്ഥലമാണോ ഇത്? എടുത്തോണ്ട് പോടാ, ഇല്ലെങ്കിൽ എല്ലാവരും ചവിട്ടി തെറിപ്പിക്കും. ബാലിസിന്റെ കാര്യം എന്തായി? അതൊക്കെ ഞാൻ അവർക്ക് ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. അതെ, പറഞ്ഞത് കേട്ടല്ല, ഞാൻ പറഞ്ഞതാണ് ടൈമിംഗ്. പടക്കം തീർന്ന ബാൻഡ് തുടങ്ങണം. ആ ടൈമിങ്ങിന് എന്തെങ്കിലും വ്യത്യാസം വന്നാൽ 10 പൈസ തരത്തില്ല. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഉല്ലാസത്തേന്മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ. നന്ദി പ്രിൻസി, 1000 നന്ദി. ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും സർക്കാരിനും ഒരുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുക, നന്നായിട്ട് ഭവിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എന്റെ പ്രയോറിറ്റി. ശരി, തിരുവനന്തപുരത്ത് മാത്രമല്ലടാ, ഡൽഹിയിലുണ്ടാ എനിക്ക് വേണ്ടപ്പെട്ടവര്. DGPക്ക് മുകളിൽ മുഖ്യമന്ത്രിയെ പോലീസ് കാര്യങ്ങളിൽ ഉപദേശിക്കാൻ സർവശക്തനായ പോലീസ് ഉപദേശകനായി മുൻ പോലീസ് മേധാവി രമൺ ശ്രീവാസ്തവയുണ്ട്. ഈ പോലീസ് ഉപദേഷ്ടാവിനെ വെച്ചിരിക്കുന്നത് DGP ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വരെ. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിക്ക് ഉപദേശം നൽകാനാണ് അദ്ദേഹത്തിൻ്റെ ചുമതല. അത് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നൽകൂ, അത്രയേ ഉണ്ടാവുള്ളൂ. എന്നിട്ടും തീർന്നില്ല. പോലീസ് ആസ്ഥാനത്തും അഴിച്ചുപണി നടന്നു. വേണ്ടപ്പെട്ട പലരും ആസ്ഥാനത്ത് താക്കോൽ സ്ഥാനങ്ങളിൽ എത്തിയിരുന്നു. കേരള പോലീസിൽ ഇപ്പോൾ ഞാനാണ് സീനിയർ മോസ്റ്റ് IPS ഓഫീസർ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? എനിക്ക് താഴെയുള്ള മിക്കവാറും എല്ലാ ഓഫീസർമാരെയും എനിക്ക് നന്നായിട്ട് അറിയാം. അവരെ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെയാണ് ചെയ്യുക, ABCD അറിയാം. അപ്പോൾ അതുകൊണ്ട് അത് അവർക്കും അറിയാം. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സ്ഥാനമൊഴിഞ്ഞ ലോക്നാഥ് ബെഹ്റ വിജിലൻസ് ആസ്ഥാനത്ത് ചുമതലയേറ്റു. അങ്ങ് CBIയിൽ വരെ പ്രവർത്തിച്ചിട്ടുള്ള ബെഹ്റയ്ക്ക് അല്ലെങ്കിൽ തന്നെ ശാസ്ത്രീയ കുറ്റാന്വേഷണവും അഴിമതി കണ്ടുപിടിക്കലും അത്ര പുതുമയുള്ള കാര്യമല്ല. അതെ, സമയത്തും കാലത്തും ഓഫീസിൽ വന്നില്ലെങ്കിലേ എല്ലാത്തിനും ഞാൻ പറഞ്ഞുവിടും. ഞാൻ ഭയങ്കരനായ ഒരു വ്യക്തിയാണ്. എനിക്ക് ദേഷ്യം വന്നാലേ എന്നെ പിടിച്ചാൽ കിട്ടില്ല, ഞാൻ ചിലപ്പോൾ അള്ളി കീറും. ആന്റി കറപ്ഷൻ വർക്ക് ഈസ് നോട്ട് വെരി ന്യൂ ടു മീ. നേരത്തെ ഞാൻ CBIയിലെ ഓൾമോസ്റ്റ് 11 years ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇറ്റ് വിൽ നോട്ട് ബി ജസ്റ്റ് ഫ്രം ദ ബിഗിനിങ്. പക്ഷേ എനിക്ക് ആൻറ്റി കറപ്ഷൻ പണി ഒക്കെ ഏകവിധം നല്ല രീതിയിൽ അറിയാം. I only hope that my CBI experience will help me in understanding the things. കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. ഒരു കണക്കിന് ലോക്നാഥ് ബെഹ്റ ഭാഗ്യവാനാണ്. ജയിൽ, ഫയർഫോഴ്സ്, വിജിലൻസ് തുടങ്ങി പോലീസിൻ്റെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചു. കുറച്ചു കാലം പോലീസ് മേധാവിയുമായി. കുറച്ച് വിഷമമുണ്ടെങ്കിലും ഇപ്പോഴിതാ വിജിലൻസിലും. Government has all the power, that is the sovereign power for governance. They can transfer, do so many things. These are all rules are there. So I have nothing there. But I actually, you see, another way I can say, I have now headed all the 4 departments under the Home Department. Vigilance, prisons,
police and fire force. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. വക്രദൃഷ്ടിയിൽ ഇനിയൊരു ഇടവേള. മാപ്പും പിഴയും. ക്ഷമാപണം നടത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടേ ഇല്ല. ഈ മാപ്പെന്ന് പറയുന്ന ഇവരുടെ ഭാഷ ചീത്ത വല്ലതും ആണെങ്കിൽ അതിനുള്ള ശിക്ഷ വേറെ അനുഭവിക്കണം. സാർ എന്താ മാപ്പ് ചോദിച്ചില്ലേ സാർ?